125 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ദൈവത്തിൽ ഒരു മനുഷ്യൻ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അവൻ കുലുക്കമില്ലാത്ത പർവ്വതം പോലെയായിരിക്കും. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചോ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലെ വാസത്തിൽ ഏറ്റവും അധികം വേണ്ടത് തികഞ്ഞ ദൈവാശ്രയമാണ്. നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കണം. ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് അവന്റെ ഹൃദയത്തിൽ ഉറപ്പും ധൈര്യവും ശക്തിയും ലഭിക്കുന്നത്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയം നിനക്ക് മുമ്പിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ജയിക്കുവാനുള്ള കൃപ നിനക്ക് ലഭിച്ചിരിക്കും. ഇവിടെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യഹോവയിൽ ആശ്രയിക്കുന്നവന് കുലുക്കമില്ല. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ സിയോൻ പർവ്വതം പോലെയാണ്. നീ കുലുങ്ങുന്നത് കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. നീ ചഞ്ചലപ്പെടുന്നത് കാണാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിസന്ധിയുടെ മുമ്പിൽ ഏലിയാവിനെ പോലെ ഇനി മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും കുലുങ്ങത്തില്ല. എത്ര പ്രതിസന്ധി വന്നാലും കുലുങ്ങരുത്. സുവിശേഷ വഴിയിൽ അധ്വാനിക്കുന്ന സുവിശേഷകരെ, ദൈവനാമം മുറുകെ പിടിക്കുന്ന ദൈവമക്കളെ, ഏതെല്ലാം വെല്ലുവിളികൾ വന്നാലും ഒരു പർവ്വതം കുലുങ്ങാതെ നിൽക്കുന്നത് പോലെ നിന്റെ ദേശത്ത് നീ കുലുങ്ങാതെ നിൽക്കണം. കാരണം നീ തികഞ്ഞ ദൈവാശ്രയമുള്ള വ്യക്തിയാണ്. നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചുറച്ചിരിക്കണം. വെല്ലുവിളികളുടെ നടുവിൽ നീ കാലുറപ്പിച്ചു തന്നെ നിൽക്കണം. പ്രതിസന്ധിയുടെ നടുവിൽ ഉറപ്പുള്ള ഹൃദയത്തോടെ നീ നിൽക്കണം. അവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം സംഭവിക്കുവാൻ പോകുന്നത്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാം. കുലുങ്ങാതെ പതറാതെ ഉറച്ചു നിൽക്കാം. ദൈവം നിന്റെ കൂടെ ഉണ്ട്. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ മക്കൾക്ക് തികഞ്ഞ ദൈവാശ്രയം കൊടുക്കണം. അവരുടെ ഹൃദയം ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കട്ടെ. പർവ്വതം പോലെ അവർ കുലുങ്ങാതെ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ദൈവാശ്രയം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരുത്തും, നന്മ വരുത്തും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ്.